ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നത് വയനാട്ടിൽ നിന്നുള്ളൊരു വാർത്തയിൽ നിന്നാണ്. വയനാട് വെള്ളമുണ്ട പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ കണ്ടെത്തി. കരിങ്ങാലി വയലിൽ നടത്തിയ തിരച്ചിലിലാണ് കരടിയെ കണ്ടെത്തിയത്. മയക്കുപിടി വെക്കാൻ ശ്രമം തുടരുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, അങ്ങനെ ദിവസങ്ങളായി വയനാട്ടിലെ ഈ പ്രദേശത്തെ ജനങ്ങളെ ഭയചകിതരാക്കിയ കരടിയെ ഒടുവിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കരടി അല്പസമയം മുൻപ് 24-ന്റെ ക്യാമറയിലെ ദൃശ്യങ്ങളിലും പതിഞ്ഞിരുന്നു. നിലവിൽ മയക്കുവെടി വെക്കാനുള്ള നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? നേരം ഇപ്പോൾ ഇരുട്ടുന്നുണ്ടല്ലോ. നേരം ഇരുട്ടുന്നുണ്ട്, ആശങ്കയുണ്ട്. എന്തായാലും ഈ മേഖലയിലെ ഒരു കൊല്ലിയിൽ നിന്നും മറ്റൊരു കൊല്ലിയിലേക്ക്, അവിടെ നിന്നും മറ്റൊരു കൊല്ലിയിലേക്ക്, അത്തരത്തിലാണ് ഈ കരടിയുടെ ഒരു യാത്ര ഉണ്ടായിട്ടുള്ളത്. പടക്കം പൊട്ടിച്ചും മറ്റും ഈ കരടിയെ പിടികൂടാനുള്ള ശ്രമമാണ് നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ദൗത്യം 2 തവണ ഇത്തരത്തിൽ മുന്നിൽ തന്നെ കിട്ടിയ ഒരു അവസരം ഉണ്ടായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്. പക്ഷേ അവരെ സംബന്ധിച്ച് വെടിയുതിർക്കാൻ കൃത്യമായ രീതിയിൽ കഴിഞ്ഞില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. എന്തായാലും ഈ ഒരു ഇടപെടൽ, അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ രാത്രി തന്നെ ക്യാമ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഇനി വ്യക്തമാവുന്നതേ ഉള്ളൂ. ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ഇത് ഒരു കാർഷിക മേഖലയാണ്. വയലും അതോടൊപ്പം തന്നെ നെൽവയലുകളും അതോടൊപ്പം തന്നെ റബ്ബർ തോട്ടങ്ങളും കവുങ്ങിൻ തോട്ടങ്ങളും എല്ലാം ഉള്ള ഒരു മേഖലയാണിത്. ജനവാസ മേഖലയാണ്. വനം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ അകലെ പടിഞ്ഞാറേത്തറ ഭാഗത്താണ് ഇനി വനമുള്ളത്. ആ മേഖലയിൽ, ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കൂടി ഇനി ഒരു പരിശോധന ഉണ്ടാകുമെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് ഈ ദൃശ്യം, അതായത് പുറത്ത് ചാടുന്ന ദൃശ്യം പുറത്ത് വന്നിട്ടുള്ളതാണ്. 2 തവണ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ കരടി വളരെ പ്രത്യക്ഷമായ രീതിയിൽ തന്നെ ഈ വയലിലൂടെ പാഞ്ഞത്. അത് ആളുകൾ ആ ദൃശ്യം പകർത്തുകയും അത് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് പുറം ലോകത്തേക്ക് എത്തിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇവിടേക്ക് എത്തിയത്. ഇവിടേക്ക് എത്തിയ ഘട്ടത്തിൽ തന്നെയാണ് കരടി ആദ്യമായി ഒരു കൊല്ലിയിൽ നിന്ന് മറ്റൊരു കൊല്ലിയിലേക്ക് എടുത്തു ചാടുന്നൊരു ദൃശ്യത്തിന് നമ്മൾ സാക്ഷിയായത്. ഇതിനുശേഷം ആ കൊല്ലിയിൽ നിന്ന് അതിനെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ ആ ശ്രമം വിജയിച്ചില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം തന്നെ വനംവകുപ്പാണ് വിശദീകരിക്കേണ്ടത്. പക്ഷേ അവർക്ക് കൃത്യമായ രീതിയിൽ തന്നെ ഒരു പോയിന്റിൽ കരടിയെ കിട്ടിയില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇപ്പോൾ ഇനി രാത്രി എങ്ങനെയാണ് ഈ ദൗത്യം മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ഇവിടുത്തെ ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 45 മണിക്കൂറോളമായി ഈ കരടി ജനവാസ മേഖലയിലുണ്ട്. അതായത് ഈ ഭൂപ്രദേശം എന്ന് പറയുന്നത് ഈ മാനന്തവാടിക്ക് അപ്പുറം പയ്യമ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ കരടിയെ ആദ്യമായി കാണുന്നത്. കുറുവ ദ്വീപ് ഉൾപ്പെടെയുള്ള ആ മേഖലയിൽ നിന്ന്, വനമേഖലയിൽ നിന്നാണ് ഈ കരടി എത്തുന്നത്. 2 ദിവസം മുമ്പ് ഈ കരടി പയ്യമ്പള്ളി മേഖലയിൽ ആദ്യമായി കാണുന്നു. പയ്യമ്പള്ളിക്ക് ശേഷം പിന്നീട് കാണാൻ കഴിഞ്ഞത് അത് ഈ വള്ളിയൂർക്കാവ് എന്ന് പറയുന്ന പ്രദേശത്ത്, മാനന്തവാടിയുടെ തൊട്ടു താഴെയായി, നഗരത്തിൻ്റെ തൊട്ടു താഴെയായി പ്രസിദ്ധമായ വള്ളിയൂർക്കാവ് ക്ഷേത്ര പരിസരത്താണ് ഈ കരടിയെ കാണാൻ കഴിഞ്ഞത്. ഇതിനുശേഷം തോണിച്ചാലിൽ അടുത്ത ദിവസങ്ങളിലായി കരടിയെ കണ്ടു. അത്തരത്തിൽ ഈ കരടിയെ പല ഇടങ്ങളിലായി കാണുന്നു. ഇതിനുശേഷം ഇത് ഇടവക പഞ്ചായത്തിലേക്ക് കിടക്കുന്നു. ഏതാണ്ട് 20 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കരടിയുടെ സാന്നിധ്യമുള്ളത്. ഇന്ന് വെള്ളമുണ്ട പഞ്ചായത്തിൽ, അതായത് ഇടവകയോട് ചേർന്നുള്ള വെള്ളമുണ്ട പഞ്ചായത്തിലേക്ക് കരടി എത്തിയിരിക്കുന്നു. ഇവിടെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ നാട്ടുകാരെല്ലാം തന്നെ ഇതിൻ്റെ പിറകെ തന്നെയാണ്. ഇതിനെ പിടികൂടാൻ വനംവകുപ്പ് ഉച്ച മുതൽ ഊർജിത ശ്രമം നടത്തിയതാണ്. പക്ഷേ വെടിവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ പങ്കുവെക്കാനുള്ള വിവരം. എന്തായാലും വനംവകുപ്പ് എങ്ങനെയാണ് ഇനി രാത്രിയിൽ ഈ ദൗത്യം മുന്നോട്ട് പോവുക എന്തുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ആശങ്കയുണ്ട് നാട്ടുകാരെ സംബന്ധിച്ച്. വനം വകുപ്പിനും ഇതൊരു രക്ഷയില്ലാ കാലം എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലായി കടുവയായും ആനയായും അതോടൊപ്പം തന്നെ കാട്ടുപോത്തായും എല്ലാം പന്നിയായും എല്ലാം തന്നെ ഈ വലിയ അലോസരം കാർഷിക മേഖലയിൽ, ജനവാസ മേഖലയിൽ സൃഷ്ടിക്കുന്നു ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ഇതാ കരടിയുടെ ഒരു സംഭവം കൂടി വെള്ളമുണ്ടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും രാത്രി ദൗത്യം ഇനി എങ്ങനെയാണ് എന്നുള്ളത് കണ്ടറിയണം. ശരി സുർജിത്ത്, എന്തായാലും വയനാട്ടിലെ ജനങ്ങൾ ആശങ്കയിലാണ്. തുടർച്ചയായി വയനാട്ടിൽ വന്യമൃഗശല്യം തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് വെള്ളമുണ്ടയിൽ നിന്നുള്ള വിവരങ്ങളാണ്. അവിടെ ആ മേഖലയിൽ കരടിയെ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ പിടികൂടാനായിട്ടില്ല. മയക്കുവെടി വയ്ക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ 5 മാസമായി പെൻഷൻ മുടങ്ങിയ ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്ത നിലയിൽ. വളയത്ത് ജോസഫ് എന്ന വയോധികനെയാണ് വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ജോസഫ് പഞ്ചായത്തിൽ കത്ത് നൽകിയിരുന്നു. ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ താമസിക്കുന്ന പാപ്പച്ചൻ എന്ന ജോസഫിനെ വീടിനകത്താണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനായിരുന്നു ഭിന്നശേഷിക്കാരനായ ജോസഫിന്റെ ആകെയുള്ള വരുമാനം. തനിക്കും കിടപ്പ് രോഗിയായ മകൾക്കും കഴിഞ്ഞ 5 മാസമായി പെൻഷൻ മുടങ്ങിയതോടെ ജോസഫ് പഞ്ചായത്തിന് കത്ത് നൽകിയിരുന്നു. ജീവിക്കാൻ മറ്റു വഴിയില്ല,
കടം വാങ്ങി മടുത്തു. 15 ദിവസത്തിനകം പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നുമായിരുന്നു കത്തിൽ ഉണ്ടായിരുന്നത്. പഞ്ചായത്തിലും അതിൻ്റെ മേളെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പെൻഷന് വേണ്ടി. അത് ചാച്ചന് വേണ്ടി മാത്രമല്ല, പെൻഷൻ കിട്ടാത്ത എല്ലാ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ്, അല്ലാതെ സ്വന്തം കാര്യത്തിനല്ല. എത്രയോ പേരുണ്ട് എന്ന് വെച്ചാൽ പെൻഷനും കൊണ്ടല്ലേ. പിന്നെ മരുന്ന് വാങ്ങണം. ചാച്ചന് മരുന്ന് മേടിക്കുന്ന ആൾ ആരൊക്കെ താഴേക്ക് തളർന്നു പോയ വ്യക്തിയാണ്. അപ്പം പുറത്തേക്ക് കടയിലൊക്കെ പോകണമെങ്കിലും വണ്ടിക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നും വണ്ടി വിളിക്കുമ്പോൾ അതിൻ്റെ പൈസ വേണ്ടേ. അപ്പോൾ പെൻഷനും കിട്ടാതെ വന്നപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാൽ പെൻഷൻ മുടങ്ങിയതാകില്ല ജോസഫിന്റെ ആത്മഹത്യക്ക് കാരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ 24നോട് പറഞ്ഞു. 8ാം മാസം വരെ അദ്ദേഹം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് 2 ആളുടെ പെൻഷനാണ്. അദ്ദേഹത്തിന്റെ പെൻഷനും അദ്ദേഹത്തിന്റെ മകളുടെ രക്ഷിതാവ് എന്ന നിലയിൽ മകളുടെ പെൻഷനും 28,600 റുപ്യ 8 മാസം കൊണ്ട് അദ്ദേഹം പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ദൈനംദിന ജീവിതത്തിൽ ഉപജീവനത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നതായി തോന്നുന്നില്ല. 1 വർഷം മുൻപാണ് ജോസഫിന്റെ ഭാര്യ മരിച്ചത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ജോസഫിന്റെ മൃതദേഹം പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. 24 കോഴിക്കോട്. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ആത്മഹത്യ ചെയ്ത ഭിന്നശേഷിക്കാരൻ ജോസഫ് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നുവെന്ന് മക്കൾ. മരുന്ന് വാങ്ങാൻ പോലും പൈസ തികയില്ലായിരുന്നു. 5 മാസത്തെ പെൻഷൻ കിട്ടാനുണ്ടെന്നും പെൻഷൻ കിട്ടാത്ത എല്ലാവർക്കും വേണ്ടിയാണ് ജോസഫിന്റെ പോരാട്ടമെന്നും മക്കളായ റിൻസിയും ആൻസിയും 24നോട് പറഞ്ഞു. പഞ്ചായത്തിലും അതിൻ്റെ മേളെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പെൻഷന് വേണ്ടി. അത് ചാച്ചന് വേണ്ടി മാത്രമല്ല, പെൻഷൻ കിട്ടാത്ത എല്ലാ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ്, അല്ലാതെ സ്വന്തം കാര്യത്തിനല്ല. എത്രയോ പേരുണ്ട് എന്ന് വെച്ചാൽ പെൻഷനും കൊണ്ടല്ലേ. പിന്നെ മരുന്ന് വാങ്ങണം. ചാച്ചന് മരുന്ന് മേടിക്കുന്ന ആൾ ആരൊക്കെ താഴേക്ക് തളർന്നു പോയ വ്യക്തിയാണ്. അപ്പം പുറത്തേക്ക് കടയിലൊക്കെ പോകണമെങ്കിലും വണ്ടിക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നും വണ്ടി വിളിക്കുമ്പോൾ അതിൻ്റെ പൈസ വേണ്ടേ. അപ്പോൾ പെൻഷനും കിട്ടാതെ വന്നപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, അല്പസമയം മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പ്രതികരിച്ചത് ഈ ആത്മഹത്യ ചെയ്തയാൾ സ്ഥിരം പരാതിക്കാരനാണ്. ഇതിനു മുൻപ് സമാനമായ രീതിയിൽ പല പരാതികളും നൽകിയിരുന്നു, ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ പെൻഷൻ കിട്ടാത്തതല്ല അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് കാരണമെന്നാണ്. പക്ഷേ മക്കൾ അങ്ങനെയല്ല പറയുന്നത്. ഈ പെൻഷൻ കിട്ടാത്തത് മൂലം വലിയ മാനസിക വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ. എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് വ്യക്തമായിരിക്കുന്ന മറ്റു കാര്യങ്ങൾ? എനിക്ക് പുറകിൽ കാണുന്ന ഈ വീട്ടിൽ ജോസഫ് തനിച്ചായിരുന്നു താമസം. ജോസഫിന്റെ മക്കൾ 24മായി സംസാരിച്ചിരുന്നു. അവർ ഈ ജോസഫ് സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിയിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. പെൻഷൻ മാത്രമായിരുന്നു ജോസഫിന്റെ ഏക ജീവിത മാർഗം. കഴിഞ്ഞ 5 മാസമായി പെൻഷൻ മുടങ്ങിയതോടുകൂടിയാണ് ജോസഫ് പഞ്ചായത്തിൽ ആദ്യം പരാതി നൽകുന്നത്. ജോസഫ് ഈ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പറയുന്ന ഒരു കാര്യം, താൻ ഈ പെൻഷൻ കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്, താൻ നിരവധി പേരോട് കടം വാങ്ങി, ഇനി തനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ഈ 15 ദിവസത്തിനകം തനിക്ക് പെൻഷൻ ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ താൻ ആത്മഹത്യയിലേക്ക് നീങ്ങും എന്നതടക്കമുള്ള കാര്യം ഈ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ജോസഫ് വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ ജോസഫ് പോലീസിന് പരാതി നൽകി, കൂടാതെ ഈ കലക്ടർക്ക് പരാതി നൽകി. അങ്ങനെ ഇത്തരത്തിൽ തൻ്റെ ജീവിത സാഹചര്യം അറിയിച്ചുകൊണ്ട് പല ആൾക്കാർക്കും പല അധികൃതർക്കും ജോസഫ് കത്ത് നൽകിയിരുന്നു. ഇതൊന്നും ഒരു ഫലം കാണാതെ വന്നതോടെ, ലക്ഷ്യം കാണാതെ വന്നതോടുകൂടിയാണ് ജോസഫ് ആത്മഹത്യ ചെയ്തത് എന്നാണ് നിലവിൽ ഇങ്ങനെ ഒരു ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു വരുന്നത്. ബന്ധുക്കൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ധുക്കൾ പറയുന്നത്, ഈ ബന്ധുക്കൾ മക്കളാണ് നമ്മളുമായി സംസാരിച്ചത്. മക്കൾ പറയുന്നത് പിതാവിൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് തങ്ങൾ അറിഞ്ഞിരുന്നു. തങ്ങൾ പിതാവിനെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു, പക്ഷേ പിതാവ് വരാൻ തയ്യാറായിരുന്നില്ല. ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ അരയ്ക്ക് താഴോട്ട് തളർന്നിരുന്നു. അതിനുശേഷം വടി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ആത്മഹത്യ ചെയ്ത ഭിന്നശേഷിക്കാരൻ ജോസഫ് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതായി മക്കൾ പറയുന്നു. മരുന്ന് വാങ്ങാൻ പോലും പൈസ തികയുമായിരുന്നില്ല. 5 മാസത്തെ പെൻഷൻ കിട്ടാനുണ്ടെന്നും പെൻഷൻ കിട്ടാത്ത എല്ലാവർക്കും വേണ്ടിയാണ് ജോസഫിന്റെ പോരാട്ടം എന്നുമാണ് മക്കളായ റിൻസിയും ആൻസിയും അല്പസമയം മുൻപ് 24നോട് പറഞ്ഞത്. എന്നാൽ ജോസഫിന്റെ ആത്മഹത്യ പെൻഷൻ കിട്ടാത്തത് മൂലമാണെന്ന വാദം തള്ളുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. ജോസഫ് സ്ഥിരം പ്രശ്നക്കാരനാണ്, പരാതിക്കാരനാണ്. ഇതുപോലെ സമാനമായ രീതിയിൽ മുൻപും അദ്ദേഹം ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഭിജിത്ത് മുഴക്കുന്ന്. മാത്യു കുഴൽനാടൻ MLA സർക്കാർ ഭൂമി കയ്യേറി എന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ച റവന്യൂ വിഭാഗം. ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. ചിന്നക്കനാലിലെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ 50 സെന്റ് പുറമ്പോക്കെന്ന് കണ്ടെത്തി. 1 ഏക്കർ 21 സെന്റ് സ്ഥലമാണ് മാത്യു കുഴൽനാടന്റെയും കൂട്ടാളിയുടെയും പേരിൽ രജിസ്റ്റർ ചെയ്ത ആധാരത്തിലുള്ളത്. എന്നാൽ വിജിലൻസ് നിർദ്ദേശപ്രകാരം റവന്യൂ വിഭാഗം സ്ഥലമളന്നപ്പോൾ കണ്ടെത്തിയത് 50 സെന്റ് അധിക സർക്കാർ ഭൂമി. മതിൽ കെട്ടിത്തിരിച്ച ഈ ഭൂമി കയ്യേറ്റമാണ്. സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള തുടർ നടപടികൾ ആവശ്യപ്പെട്ട്
ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. വിജിലൻസും സർക്കാരിനെ സമീപിക്കും. റിസോർട്ട് വാങ്ങുന്ന സമയത്ത് ഭൂമി അളന്നു നോക്കിയിട്ടില്ലെന്നും സർക്കാർ ഭൂമി ഉണ്ടെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും മാത്യു കുഴൽനാടൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 1000 ചതുരശ്ര അടിയുള്ള കെട്ടിടം രജിസ്ട്രേഷനിൽ മറച്ചുവെച്ച മാത്യു കുഴൽനാടൻ നികുതി വെട്ടിപ്പ് നടത്തിയതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സർക്കാർ ഭൂമി പിടിച്ചെടുത്ത് റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചാൽ അത് പ്രതിരോധിക്കാൻ മാത്യു കുഴൽനാടൻ ഒരൽപ്പം വിയർക്കും. ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. വിഷ്ണു, ഈ കണ്ടെത്തലുകൾ തീർച്ചയായും മാത്യു കുഴൽനാടനെ പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി മറ്റേത് തരത്തിലുള്ള കൂടുതൽ റിപ്പോർട്ടുകളാണ് ലഭ്യമാകാനുള്ളത്? മാത്യു കുഴൽനാടൻ ഇനി ഈ കണ്ടെത്തലുകളെ പ്രതിരോധിക്കുക അത്ര എളുപ്പമാകില്ലല്ലോ. പ്രവിത, ഈ 50 സെന്റ് മാത്യു കുഴൽനാടിന്റെ ഭൂമിയിൽ സർക്കാർ വക ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിലൊരു വ്യക്തതയും വന്നു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ കളക്ടർക്ക് കൈമാറിയത്. ഇനി ഈ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടിയാണ്. അതിലൊരു ഉത്തരവ് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മാത്യു കുഴൽനാടന് ആ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് റവന്യൂ വകുപ്പ് നൽകുക. തുടർന്നായിരിക്കും ഏറ്റെടുക്കൽ നടപടികൾ ഉണ്ടാകുക. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കഴിഞ്ഞ ദിവസം വിജിലൻസ് ഓഫീസിൽ ഹാജരായ മാത്യു കുഴൽനാടനോട് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സ്ഥലം വാങ്ങുന്ന ഘട്ടത്തിൽ താൻ അളന്നു നോക്കിയിട്ടില്ല, സ്ഥലം ഉപയോഗിക്കുന്ന ഘട്ടത്തിലും അളന്നു നോക്കിയിട്ടില്ല. സർക്കാർ ഭൂമി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സർക്കാരിന് തുടർ നടപടികൾ സ്വീകരിക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പക്ഷേ മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഭൂപ്രശ്നങ്ങൾ അറിയാവുന്ന ആളാണ്. അത്തരത്തിലൊരാൾ ഇത്തരം ഭൂമി അളന്നു നോക്കിയില്ല എന്ന് പറയുന്ന ഒരു വിചിത്ര മറുപടിയായി തോന്നിയിരുന്നു. ഇനി തുടർ പ്രതികരണം എന്താണ് മാത്യുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് അറിയാനുള്ളത്. അദ്ദേഹം വിഷയങ്ങൾ പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം ഈ റവന്യൂ വകുപ്പിന്റെ ഈ കണ്ടെത്തൽ അതൊരൽപ്പം പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു തുടക്കം മുതൽ മാത്യു കുഴൽനാടൻ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിലവിൽ ആ ആത്മവിശ്വാസത്തിന് ഒരൽപ്പം വിള്ളലേൽക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആദ്യം ഈ കണ്ടെത്തൽ നടത്തിയത് വിജിലൻസ് ആണ്. വിജിലൻസിന്റെ ഭാഗത്ത് നിന്നാണ് റവന്യൂ വകുപ്പിനോട് നിർദ്ദേശം നൽകിയത്. തുടർന്ന് റവന്യൂ വകുപ്പ് അളന്നു നോക്കുകയായിരുന്നു. വിജിലൻസ് ഇതിന് പുറമെ ഒരു കെട്ടിടം മറച്ചുവെച്ചു എന്ന് നികുതി വെട്ടിക്കാൻ ശ്രമിച്ചു എന്നൊരു ഗുരുതര കണ്ടെത്തലും മാത്യു കുഴൽനാടൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ പകപോക്കൽ എന്ന രീതിയിൽ ഒരു വശത്ത് UDF-ഉം അതോടൊപ്പം മാത്യു കുഴൽനാടനും ഈ കേസ് ഈ വിജിലൻസ് അന്വേഷണത്തിനെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ അത് അങ്ങനെയല്ല, അതിനപ്പുറത്ത് ചില വസ്തുതകളുണ്ട്, സർക്കാർ ഭൂമി ഉൾപ്പെടെ കയ്യേറിയിട്ടുണ്ട് എന്നാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്ന കണ്ടെത്തലുകളും വിശദീകരണങ്ങളും എല്ലാം. പ്രവിത, വിഷ്ണു സുരേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക് വീണ്ടും. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ അന്യായം. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ ഗുവാഹത്തിയിൽ സംഘർഷം. ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ DGPക്ക് നിർദ്ദേശം നൽകി. BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. ബംഗാൾ CPIM-ന് യാത്രയിൽ പങ്കെടുക്കാൻ ഹൈക്കമാൻഡിന്റെ പ്രത്യേക ക്ഷണം. ബീഹാർ പര്യടനത്തിൽ നിതീഷ് കുമാറും തേജസ്വി യാദവും പങ്കെടുക്കും. അസമിലെ ജോറബത്തിൽ നിന്നും ഗുവാഹത്തി നഗരത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര പോലീസ് തടഞ്ഞത്. പിന്നാലെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ലാത്തി ചാർജ്. പര്യടനം തടയാനുള്ള BJP ശ്രമം കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നും ഭയപ്പെടില്ലെന്നും രാഹുൽ ഗാന്ധി. And then the chief minister of Assam's office called up the leadership of your university and said that Rahul Gandhi must not be allowed to speak to the students of this university. സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചതിന് രാഹുലിനെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ DGPക്ക് നിർദ്ദേശം നൽകി. വ്യാഴാഴ്ച ബംഗാളിലെത്തുന്ന യാത്രയിലേക്ക് CPIM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രത്യേകം ക്ഷണിച്ചു. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് വേദിയിലുണ്ടെങ്കിൽ പങ്കെടുക്കില്ലെന്നാണ് CPIM-ന്റെ നിലപാട്. തൃണമൂൽ ഇതുവരെ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. ബീഹാറിൽ നിതീഷ് കുമാറും തേജസ്വി യാദവും യാത്രയിൽ പങ്കെടുക്കും. 24 ഡൽഹി.
കൂടുതൽ വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രവൃത്തി തനിക്കേറെ ഊർജ്ജം പകരുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തായാലും ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ അസമിൽ ഈ യാത്രയെ തടസ്സപ്പെടുത്താനുള്ള സർവ്വ നീക്കങ്ങളും BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് രാഷ്ട്രീയമായി ശ്രമിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ യാത്ര ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രവിത, ഭാരത് ജോഡോ ന്യായ് യാത്ര ആദ്യ ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ കൃത്യമായ രാഷ്ട്രീയം സംസാരിച്ച് BJPയെ മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും വിമർശിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായി, ഒരു പ്രചരണ പരിപാടി തന്നെ ആയാണ് മുന്നോട്ട് പോകുന്നത്. അസമിലേക്ക് ഭാരത് ജോഡോ യാത്ര കടന്നത് മുതൽ തന്നെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. രാജ്യത്തെ ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രി അസമിലേതാണെന്ന വിമർശനം ഉന്നയിച്ചു. തൊട്ടു പിന്നാലെ പ്രകോപനപരമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പരാമർശമുണ്ടാവുകയും പിന്നീട് ഓരോ ദിവസവും അസമിലൂടെ യാത്ര കടന്നു പോകുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ സംഘർഷത്തിലേക്ക് വഴി തെളിച്ചു. BJP പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം, യാത്രയ്ക്ക് നേരെ ആക്രമണം, പോലീസ് തടയുന്നത്, കേസെടുക്കുന്നതെല്ലാം കഴിഞ്ഞ 6 ദിവസമായി തുടരുകയാണ് ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ. ഇനി 2 ദിവസം കൂടി ഭാരത് ജോഡോ യാത്ര അസമിൽ തുടരുന്നുണ്ട്. വ്യാഴാഴ്ചയാണ് ബംഗാളിലെ സിലിഗുഡിയിലേക്ക് യാത്ര എത്തുക. അതുവരെയും ഈ സംഘർഷ സാഹചര്യങ്ങൾ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിരൂക്ഷമായ വിമർശനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു രണ്ട് വിഭാഗവും എന്നത് സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. രാഹുൽ ഗാന്ധിക്കെതിരെ ജനങ്ങളെ പ്രകോപിപ്പിച്ചതിന് കേസെടുക്കാനുള്ള നിർദ്ദേശം DGPക്ക് നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. അദ്ദേഹം തന്നെയാണ് അക്കാര്യം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തതായുള്ള ആശയവിനിമയം കോൺഗ്രസ് നേതൃത്വവുമായി പോലീസ് നടത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി യാത്ര മുന്നോട്ട് നീങ്ങിയാൽ, അസം വിട്ട് ബംഗാളിലെ സിലിഗുഡിയിൽ എത്തിയാൽ നേതാക്കളെ തിരിച്ചു വിളിച്ച് അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. പ്രവിത, അതെ, അത്തരത്തിൽ വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി ബന്ധപ്പെട്ട് അസമിൽ സംഭവിക്കുന്നത്. എന്തായാലും ഈ യാത്ര തുടരാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. പക്ഷേ ആ യാത്ര ഏത് വിധേനയും തടസ്സപ്പെടുത്താൻ BJP ശ്രമിക്കുന്നു. ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും ഒപ്പം കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസെടുക്കുകയാണ് അസമിലെ സർക്കാർ എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.